മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ മത്തായി സുവിശേഷകൻ രാജാവായിട്ട് ചിത്രീകരിക്കുന്നു. രാജാവിന്റെ പ്രത്യേകതകൾ പലതും ആദ്യത്തെ അധ്യായങ്ങളിൽ പഠിച്ചു. തുടർന്നിനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാജാവായ കർത്താവിന്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ്. 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് റൈച്ചസ്നെസ്, അവന്റെ നീതി. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി പോലെയല്ല, കർത്താവിന്റെ നീതിയെ കുറിച്ച് പലതും ചിന്തിച്ചു. 6-ാം അധ്യായത്തിൽ ട്രൂ വർഷിപ്പ്, ശരിയായുള്ള ആരാധന എന്താണ്, അതിനുള്ള ബന്ധത്തിൽ നാം പല കാര്യങ്ങൾ ചിന്തിക്കുവാൻ കൊണ്ടിടയിട്ടുണ്ട്. 7-ാം അധ്യായത്തിലെ വിഷയം നമ്മുടെ രാജാവിന്റെ പ്രിൻസിപ്പിളിൽ പ്രധാനമായ മറ്റൊന്ന് ജഡ്ജ്മെന്റ്. നമ്മുടെ രാജാവ് എങ്ങനെയാണ് വിധിക്കുന്നത് എന്നുള്ളതാണ്. അവന്റെ വിധി ഏത് രീതിയിലുള്ളതാണ്, ഏത് ജഡ്ജ്മെന്റ് ആണ് നമ്മുടെ കർത്താവിനുള്ളത്, അതാണ് 7-ാം അധ്യായത്തിലെ വിഷയം. പരീശന്മാരും ശാസ്ത്രികളും വിധിക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് അല്ലായിരുന്നു. അവർക്ക് പേര് കിട്ടുവാൻ വേണ്ടി, അവരുടെ കാര്യം ശരിയാകുവാൻ വേണ്ടി ഫോൾസ് ജഡ്ജ്മെന്റ് നടത്തുമായിരുന്നു. അവരവരെ തന്നെ കാണുവാൻ കഴിയാതെ, അവരുടെ പാപത്തെ കുറിച്ച് ബോധമില്ലാതെ മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ആ പദമാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. തങ്ങൾ നീതിമാന്മാരെന്ന് കാണിക്കുകയും മറ്റുള്ളവരെ ധിക്കരിക്കുകയും ചെയ്യുന്ന ഫോൾസ് ജഡ്ജ്മെന്റ് ചെയ്യുന്നവരായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും. അതുകൊണ്ടാണ് കർത്താവിന്റെ പരമപ്രധാനമായ ഈ സെർമൻ ഓൺ ദ മൗണ്ടിന്റെ ഏറ്റവും ഒടുവിലായി ഈ ജഡ്ജ്മെന്റിന്, വിധിക്കുന്ന കാര്യത്തിന് വളരെ പ്രാധാന്യം കർത്താവ് കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ പഠിപ്പിക്കലുകളില് നാം മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പായി നാം നമ്മെ തന്നെ വിധിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് കാണുവാനായി സാധിക്കുന്നത്. അവരുടെ അല്ലെങ്കിൽ ശാസ്ത്രന്മാരുടെയും പരീശന്മാരുടെയും കുറ്റം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഒരു കവറപ്പ് പോലെയാണ് അവരെ തന്നെ നീതിവാന്മാരായി കാണിച്ചിരുന്നത് എന്ന് നമുക്ക് കർത്താവിന്റെ പഠിപ്പിക്കലുകളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 7-ാം അധ്യായം തുടങ്ങുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളവ് കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലേക്ക് കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലേക്ക് കരട് നോക്കുന്നവരുണ്ട്. അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടുപ്പായി കാണും. നമ്മൾ പഠിക്കുന്ന ബുക്ക് ഞാൻ കൂടുതലായി റെഫർ ചെയ്യുന്നത് ഒരു കമന്ററിയാണ്. അതിന്റെ പഠിപ്പിക്കുക അനുസരിച്ച് ഈ 7-ാം അധ്യായത്തിൽ 3 രീതിയുള്ളതായ ജഡ്ജ്മെന്റിനെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. 3 important judgments revealed here in chapter 7. ഒന്ന്, ഈ വായിച്ച ആദ്യത്തെ ഭാഗത്താണ്, ജഡ്ജ്മെന്റ് ഓഫ് അവേഴ്സെൽഫ്, നാം നമ്മെ തന്നെ വിധിക്കുന്ന കാര്യമാണ്. 2, the judgment, our judgment of others, നാം മറ്റുള്ളവരെ വിധിക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് 20 വരെയുള്ള വാക്യങ്ങൾ. 3-ാമത്തേത് നീതിയായ ന്യായാധിപനായ കർത്താവ് എല്ലാവരെയും വിധിക്കുന്നതിനെ കുറിച്ചാണ്. അവർ ഗോഡ്സ് ജഡ്ജ്മെന്റ്, ദാറ്റ് ഈസ് വേഴ്സസ് 21 to 29. ഇവിടെ 1 മുതൽ 5 വരെയുള്ള വാക്യം ഞാൻ ഇവിടെ വായിച്ചല്ലോ. അവർ ജഡ്ജ്മെന്റ് ഓഫ് അവേഴ്സെൽഫ്, നമ്മെ തന്നെ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ജഡ്ജ്മെന്റിനെ സംബന്ധിച്ചുള്ളതായ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതിന്റെ ആദ്യത്തെ തത്വം തന്നെ നാം നമ്മെ തന്നെ വിധിക്കുന്നവരായിരിക്കണം. നാം നമ്മെ വിധിക്കണം. നമ്മുടെ കുറവുകൾ കണ്ടിട്ട് അത് കൺഫസ് ചെയ്തിട്ട് വേണം മറ്റുള്ളവരെ വിധിക്കാൻ എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് എല്ലാം അങ്ങനെ എടുക്കുന്നതല്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബ്ലൈൻഡ് ലവ്. എല്ലാരും പറയുന്നത് കേൾക്കുകയും എല്ലാരും പറയുന്നത് അനുസരിക്കുകയും ചെയ്യാനല്ല വേദോസ്തം നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 1:9 പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്നേഹമുള്ളവരായിട്ട്, സ്നേഹം ഇതുമായിട്ട് ഒന്നിച്ച് ചേർത്താണ് പൗലോസ് പഠിപ്പിക്കുന്നത്.
നിങ്ങളുടെ സ്നേഹം ഏത് രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പോൾ സ്നേഹം വർദ്ധിച്ചു വരണം, മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അത് പരിജ്ഞാനത്തിലായിരിക്കണം, സകല വിവേകത്തിലായിരിക്കണം. എന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞതുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എല്ലാം വിശ്വസിക്കുകയും ആത്മീയമാണ് എന്ന് വിചാരിച്ച ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യവും അംഗീകരിക്കുകയും ചെയ്താൽ അപകടമായിരിക്കും. ക്രിസ്ത്യൻ ലൈഫിന് അപകടമായിരിക്കും. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. അത് നാം ഓർത്തിരിക്കുകയാണ്. ഇന്ന് പറ്റിയിരിക്കുന്ന വലിയ കുഴപ്പം അതാ. ആത്മീയ ലോകത്തിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് അതുപോലെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ആത്മീയമാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ആളുകൾ എന്ത് പ്രസംഗിച്ചാലും അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാകും. എന്നാൽ അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. ഡിസൈൻമെന്റ് ഉണ്ടായിരിക്കണം, വിവേചിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ഫ്രൈഡേയുടെ പ്രേരണ വന്നവർക്ക് ഞാൻ പല കാര്യങ്ങൾ ഈ ആഴ്ചത്തെ ന്യൂസിനോടുള്ള ബന്ധത്തിൽ ഉച്ചരിച്ചു. അതിലൊന്ന്, ഈ രാജ്യത്ത് വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവദാസൻ ഡേവിഡ് വിൽക്കേഴ്സൺ കഴിഞ്ഞ വെനസ്ഡേയിൽ കാർ ആക്സിഡന്റിൽ ഹ്യൂസ്റ്റൺ, ഡാളസിൽ അടുത്ത് വെച്ച് ടെക്സാസിൽ വെച്ച് മരിച്ചുപോയി. അനേക വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് സിറ്റിയിലെ ഗ്യാങ്ങിനിടയിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സിനിമയ്ക്കും ഒക്കെ വന്നിരിക്കുന്ന വളരെ പ്രസിദ്ധമായി 30 ഭാഷകൾ എഴുതിയിട്ടുണ്ട്, ദ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ്. ഇപ്പോൾ ഏറ്റവും അമേരിക്കയിൽ വളരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ടൈം സ്ക്വയർ ചർച്ച് തുടങ്ങിയതാണ് അദ്ദേഹമാണ്. ടീം ചലഞ്ച് അദ്ദേഹം തുടങ്ങിയതാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊക്കെ കേട്ടു കഴിഞ്ഞതിന് ശേഷമായി ഇന്റർനെറ്റിലൂടെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഖാരിസ്മ എന്ന് പറയുന്ന ഒരു മാസികയിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരാൾ എഴുതിയ ഒരു ആർട്ടിക്കിൾ എനിക്ക് കുറച്ച് സന്തോഷം നൽകി. കാനഡയിൽ അദ്ദേഹം ഒരു ദിവസം പ്രസംഗിച്ച പ്രസംഗം ഈ എഴുത്തുകാരന്റെ ഹൃദയത്തിൽ വളരെ ശക്തമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഒരിക്കൽ സ്ത്രീ ഡേവിഡ് വിൽക്കേഴ്സന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകുന്ന ചർച്ചിലേക്കാരും എനിക്ക് പാസ്പോർട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ചർച്ച വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ചർച്ചാണ്. ഞങ്ങളുടെ പാസ്പോർട്ടിന് ചർച്ചിന്റെ പോക്കിൽ തീരെ തൃപ്തിയില്ല, ഉണർവ് പോരാ, കുറച്ചുകൂടി ഉണർവ് വേണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ്. അതിനുവേണ്ടി ആളുകളെ എൻകറേജ് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം എവിടെയോ ഒരു മീറ്റിങ്ങിന് പോയി, ഒരു ഉണർവ് യോഗത്തിന് പോയി. ചർച്ചിലെ പാസ്റ്റർ പോയിട്ട് വന്നതിന് ശേഷമായി ഒരു പ്രത്യേക മീറ്റിങ്ങോടുകൂടി വന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വന്ന് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനായിട്ട് തനിക്ക് സാധിച്ചില്ല. മുഴുവൻ സമയം ചിരിക്കുകയായിരുന്നു, ലാഫ് ചെയ്യുകയായിരുന്നു. ഇതാണ് പുതിയ അഭിഷേകം, ഇതാണ് ഉണർവ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. കഴിഞ്ഞ 3 മാസമായി പാസ്റ്റർ ചർച്ച പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞാൽ ചിരിയാണ്. അപ്പോൾ ചിരിക്കുന്നത് ചിരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ആത്മാവ് വരുമ്പോൾ ചിരിച്ചെന്നും വരും. പക്ഷേ ദൈവത്തിന് നിലനിൽക്കുന്ന വചനം പ്രസംഗിക്കാതെ 3 മാസം ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ ഒന്നുമല്ല. അദ്ദേഹം ശക്തമായി അതിനെതിരെ പ്രസംഗിച്ചു. അതുപോലെ ചിരിക്കുക, ശബ്ദിക്കുക, ഇതിനെല്ലാം എതിരെ പ്രസംഗിക്കുന്ന ദൈവദാസനായിരുന്നു അത് എന്ന് ഖാരിസ്മാക്കാർക്ക് എഴുതുവാനുള്ള കമന്റായി തീർന്നു. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ, എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ അതെല്ലാം ആത്മീയമാണെന്ന് ചിന്തിക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ഡിസൈൻമെന്റ് ഉണ്ടായിരിക്കണം. നാം എങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്? വചനത്തിന്റെ വെളിച്ചത്തിൽ അത് സത്യമാണോ, അത് നല്ലതാണോ, അത് ശരിയാണോ എന്നുള്ളത് ചിന്തിക്കണം. ഇന്ന് ഇതൊത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ പാർക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ ബ്ലൈൻഡ് ആയിട്ട് സ്വീകരിക്കുന്ന രീതി നമുക്ക് ഉണ്ടാകരുത്. അത് കൺഫ്യൂഷനെ ഉണ്ടാകുകയുള്ളൂ. അത് സ്പിരിച്വൽ ലോസ് ആയിരിക്കും എന്നാണ്. എന്നാൽ കെയർഫുൾ ആയിരിക്കണം. ബിഫോർ വി ജഡ്ജ് അതേഴ്സ് വി മസ്റ്റ് ജഡ്ജ് അവേഴ്സെൽഫ്. നാം മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പേ നാം നമ്മെ തന്നെ വിധിക്കുന്നവരായിരിക്കണം. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ വിധിക്കേണ്ടത് എന്നാണ് ഈ ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. 1-7 വാക്യം മത്തായി സുവിശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. 7-ാം അധ്യായം മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഒന്നാമത് നാം ഓർത്തിരിക്കേണ്ടത് നമുക്കെല്ലാം ഒരു വിധിയുണ്ട്, നമുക്കെല്ലാം ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നാം സൂക്ഷിക്കണം. ഇവിടെ 1-ാം വാക്യം
പറയുന്നതായ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്നുള്ളത് നാം ഒന്നുകൂടെ ആഴമായി പഠിച്ചാൽ that is talking about the final judgment, അന്ത്യ ന്യായവിധിയെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഓർത്തിരിക്കണം, നമ്മളെല്ലാവരും ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്. എന്നാൽ മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പായി നമ്മെ തന്നെ വിധിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ ഫൈനൽ ജഡ്ജ്മെന്റ്. നമുക്ക് എന്നും അങ്ങ് ഓട്ടോമാറ്റിക്കായി ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് തെറ്റായാലും ശരിയായാലും അതിനൊരു ക്രമീകരണം നമുക്ക് വരുത്താതെ പോകുന്നത് കുഴപ്പത്തിലേക്ക് ചാടുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ശരിയാണോ ഞാൻ പറഞ്ഞത്, ശരിയാണോ ഞാൻ ചെയ്തത്, അവിടെ തെറ്റുണ്ടോ, അവിടെ വീഴ്ചയുണ്ടോ എന്ന് ഗ്രഹിച്ചു കഴിയുമ്പോൾ അതിന്റെ അർത്ഥം ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി നാം പ്രിപ്പയർ ആയിരിക്കുകയാണ്, നാം തയ്യാറായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു ദിവസം നാം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കണം. പരീക്ഷന്മാർ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ ജീവിതത്തെ കുറിച്ച് ഒരിക്കൽ പോലും ഒരു പശ്ചാത്താപമുള്ളവരായോ ക്രമീകരണം വരുത്തുന്നവരായിട്ടോ നമുക്ക് കാണുവാനായി സാധിക്കുന്നില്ല. രണ്ടാമതായി നാം ഓർത്തിരിക്കേണ്ടത് വി ആർ ബീങ് ജഡ്ജ്, നാം വിധിക്കപ്പെടും, മറ്റുള്ളവർ നമ്മെ വിധിക്കും എന്നുള്ളത് ഓർത്തിരിക്കണം. രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളവ് കിട്ടും. നാം എന്ത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. നാം എന്ത് ചെയ്യുന്നു അത് തന്നെ നമുക്കും തിരിച്ചു കിട്ടുവാൻ തക്കം ഇടയായി തീരും. പരീക്ഷന്മാര് ചെയ്തത് അങ്ങനെയാണ്. പരീക്ഷന്മാര് വിചാരിച്ചു അവരെ കവറപ്പ് ചെയ്യുവാൻ, അവരുടെ പാപങ്ങൾ ആരും അറിയാതിരിക്കുവാൻ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ വിചാരിച്ചു. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ പരീക്ഷന്മാരെ കുറിച്ചുള്ള ചിന്താഗതിയും വിധിയും അതുപോലെ തന്നെ ആയിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നത്. ലൂക്കോസ് സുവിശേഷത്തിലും ഇതിന് പാരലായി കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. എന്നാൽ അത് ഇച്ചിലൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സസ് 37 and 38, 6-ാം അധ്യായത്തിന്റെ 37, 38 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവധി ഉണ്ടാകുകയില്ല. വിടുവീൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ മറന്നു പോകരുത്. നാം ഏത് രീതിയിൽ ഏത് മെഷർമെന്റിൽ മറ്റുള്ളവരെ വിധിച്ചുവോ അതേ മെഷർമെന്റിൽ അതേ കൈൻഡായി തന്നെ നമുക്കും തിരിച്ചു കിട്ടും എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യുവാൻ തക്കം ഇടയായി തീരും. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിധിക്കണം എന്ന് പറയാനുള്ള ഒന്നാമത്തെ റീസൺ, ഒരു ദിവസം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ ന്യായവിധിക്കായി നാം നിൽക്കേണ്ടി വരും. വേദപുസ്തകം നാം ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ നാം ചിന്തിച്ച കാര്യങ്ങളെ പോലും അന്ന് ദൈവം റിവീൽ ചെയ്യും. ഇനി അത് പഠിക്കുന്നുണ്ട്. നാം പറഞ്ഞതും ചിന്തിച്ചതും ഒക്കെ റിവീൽ ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വേണം നാം മറ്റുള്ളവരെ വിധിക്കുവാൻ. രണ്ടാമതായി നാം വിധിക്കുന്ന വിധിയാൽ തന്നെ നമുക്ക് തിരിച്ച് അളന്ന് കിട്ടുവാൻ ഇടയായി തീരും. മൂന്നാമത്തെ വിഷയമാണ് 3 മുതൽ 5 വരെയുള്ള വാക്യം. We must see clearly before we helping others. നമ്മെ തന്നെ ആദ്യമേ കാഴ്ച പ്രാപിച്ചിട്ട് വേണം, നാം ശരിയായ രീതിയിൽ കാഴ്ചപ്പാടുള്ളവരായിട്ട് വേണം മറ്റുള്ളവരെ വിധിക്കുവാനായി. കർത്താവ് പറയാണ്, സ്വന്തം കണ്ണിലെ കോലോർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്ന എങ്ങനെ. ഓരോ ക്രിസ്തീയ ജീവിതത്തിലും നാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് നാം ഉത്തരവാദികളാണ്. ഞാൻ സ്ലൈഡിന്റെ ഒടുവിൽ എഴുതിയിരിക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്, ക്രിസ്ത്യൻസ് ആർ ഒബ്ലിഗേറ്റഡ് ടു ഹെൽപ്പ് ഈച്ച് അതർ ഗ്രോ ഇൻ ഗ്രേസ്. മറ്റോരോ വിശ്വാസിയും അല്ലെങ്കിൽ എന്റെ സഹോദരനും സഹോദരിയും ദൈവകൃപയിൽ വളരുവാനായിട്ട് നാം എല്ലാവരും കടപ്പെട്ടവരാണ്, ഒബ്ലിഗേഷൻ ഉള്ളവരാണ്. നമ്മെ അതിനുവേണ്ടിയാണ് ദൈവം ആക്കിയിരിക്കുന്നത്. ആർക്കെങ്കിലും വീഴ്ചകൾ വരുമ്പോൾ, കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ച് മാറിക്കളയുവാനല്ല, അങ്ങനെ കണ്ടം ചെയ്ത് കളയുവാൻ വേണ്ടിയല്ല, ആളെ ഗ്രോ ചെയ്യുവാനായി, ആത്മീയകാര്യത്തിൽ വളരുവാനായി എൻകറേജ് ചെയ്യുന്ന ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. നമ്മുടെ സെൽഫ് ജഡ്ജ്മെന്റിന്റെ പർപ്പസ്, നാം നമ്മെ തന്നെ വിധിക്കുന്നതിന്റെ പർപ്പസ് തന്നെ മറ്റുള്ളവരെ സെർവ് ചെയ്യുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് സെൽഫ് ജഡ്ജ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ പരീക്ഷന്മാര് ചെയ്തത് അത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് അവരവരെ തന്നെ വലുതാക്കി കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന് കാണുവാനായി സാധിക്കും.
പരീശന്മാരെ കുറിച്ച് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി, ചുങ്കക്കാരനും പരീശനും. ചുങ്കക്കാരൻ അവനെ തന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ യോഗ്യനല്ല, ഞാൻ മാറി നിന്നുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പരീശൻ പറഞ്ഞു, ഞാൻ യോഗ്യനാണ്, ഞാൻ ഇവനെ പോലെ അല്ല, ഞാൻ ഇവനെ പോലെ ഒന്നും അല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് വളരെ ശക്തമായി ലൂക്കോസ് 18:9-14 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോയി, പരീശനോ നീതീകരിക്കപ്പെടാത്തവനായി പോയി എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് അതിനെ ഒരു സിമ്പിളായി പറഞ്ഞിരിക്കുന്നത് കണ്ണിനെ കുറിച്ചാണ്. ഇതിന്റെ തലേ അധ്യായത്തിൽ നമ്മൾ കണ്ണിനെ കുറിച്ച് പഠിച്ചു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസൈഡ് ഔട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പുറമേയുള്ള, നമ്മുടെ അകത്തുള്ള ആത്മീയ ജീവിതത്തെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സാകുന്ന കണ്ണിനെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ കണ്ണിൽ കോലിരിക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ മിക്ക ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം, ബീം എന്നായിരിക്കുന്നത്. ബീം എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു കണ്ണിനകത്ത് ഒരു വലിയ ബീം എങ്ങനെയാണ് വരുന്നത്? പല കമന്റേറ്റേഴ്സും എഴുതിയിരിക്കുന്നത് 2x4 കണ്ണിനകത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യയൊക്കെ ഉണ്ടാക്കാൻ ഷീറ്റിലൊക്കെ അടിക്കുന്ന 2x4 അതിലൊരെണ്ണം കണ്ണിനകത്തിരിക്കുക. അതുപോലെയാണ് എന്നാണ് പറയുന്നത് ബീമെന്നോ അല്ലെങ്കിൽ വലിയ പില്ലർ എന്നോ പോസ്റ്റ് എന്നോ ഒക്കെ പല ട്രാൻസ്ലേഷനുമാണ്. അത് ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ആളുടെ കണ്ണിലുള്ളതായ ചെറിയ കരട് എടുക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആദ്യം നിന്റെ കണ്ണിന്റെ കാഴ്ച ശരിയാകണം. സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവൻ വെടിപ്പായി കാണും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയാ. മറ്റുള്ളവരുടെ കണ്ണിൽ കരടുണ്ടെങ്കിൽ അതെടുക്കണം, പക്ഷെ ആദ്യം നിന്റെ കണ്ണ് ശരിയായിരിക്കണം, നിന്റെ കാഴ്ച ശരിയായിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ അവരുടെ ആക്ഷൻ കൊണ്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഒക്കെ വിലയിരുത്തുവാനായിട്ട് സാധിക്കും. വി ക്യാൻ എക്സാമിൻ അതേഴ്സ് ബൈ ദെയർ ആക്ഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. എന്നാൽ മറ്റുള്ളവരുടെ മോട്ടീവ്സിനെ ജഡ്ജ് ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് അറിയുന്നത്. ദൈവം മാത്രമേ ഹൃദയത്തെ അറിയുന്നുള്ളൂ. ബാഡ് മോട്ടീവ്സോടുകൂടി നല്ല കാര്യം ചെയ്യുവാൻ മനുഷ്യർക്ക് കഴിയും. നല്ല കാര്യങ്ങൾ, നല്ല മോട്ടീവ്സോടുകൂടി സിൻസിയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ചിലപ്പോൾ ഫെയിലിയർ ആയെന്ന് വരാം. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് വരാം. എന്നാൽ ദൈവമാണ് ഹൃദയത്തെ അറിയുന്നത്. അത് നാം ഓർത്തിരിക്കുകയാണ്. റോമാലേഖനം 2-16 വാക്യത്തിൽ പൗലോസ് പറയാണ്, മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും ദൈവം വെളിച്ചത്താക്കുന്ന ഒരു ദിവസമുണ്ട്. നാം ചെയ്തത്, കൊടുത്തത്, പറഞ്ഞത്, ഇതിനെല്ലാം കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാം ദൈവം വെളിച്ചത്താക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 22 വരെയുള്ള വാക്യങ്ങൾ, അവിടെ കൊലോസ്യ വിശുദ്ധന്മാരോട് പറയുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. നമുക്ക് പരിചയമുള്ളതാണെങ്കിലും ആ വാക്യം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 22 മുതലുള്ള വാക്യങ്ങളില് യജമാനന്മാരെയും ദാസന്മാരെയും കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, ദൃഷ്ടി സേവകളാലല്ല നിങ്ങൾ യജമാനന്മാരെ പ്രസാദിപ്പിക്കേണ്ടത്, ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ ചെയ്യണം. മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ ചെയ്യണം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും. 25-ാം വാക്യം പറയുകയാണ്, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തതൊന്നും പ്രാപിക്കും. അന്യായമായി പറയുകയോ ചെയ്യുകയോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിന് തക്കവണ്ണം നാം പ്രാപിക്കും. ദൈവത്തിന് ഒരു മുഖപക്ഷവുമില്ല. മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നാം ആ ആളുകളോട് പറഞ്ഞതും ചെയ്തതും അവർക്ക് പോലും ഗ്രഹിച്ചില്ല എന്ന് വരാം. എന്നാൽ ദൈവം ഒരു ദിവസം ഇതൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇതെല്ലാം മനസ്സിലാകുമെന്നൊക്കെ ഇടയാകും. അന്യായം ചെയ്യുന്നവൻ
താൻ ചെയ്ത അന്യായത്തിന് തക്കവണ്ണം പ്രാപിക്കും ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മിച്ചുവല്ലോ. ശരീരത്തിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് കണ്ണ്. ഈ കണ്ണ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെ നോക്കിയാൽ വളരെ ജെൻഡറായി വളരെ സൂക്ഷ്മതയോടെയാണ് കണ്ണിന്റെ ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. നമ്മളൊക്കെ TV വാച്ച് ചെയ്യാവുന്നതില് എല്ലിന്റെ പണി ചെയ്യുന്ന ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോ കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു ദയവില്ലാതെ ഈ എല്ലിനെ അളക്കുകയും കിഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കണ്ണിന്റെ കാര്യം വരുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വളരെ ചെറുതായ രീതിയിലാണ് ചെയ്യുന്നത്. ഇതേ രീതിയാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറവുകളുടെ വെളിച്ചത്തിൽ അവരോട് ഡീൽ ചെയ്യുമ്പോൾ ഓരോ ദൈവവേദിലും ചെയ്യേണ്ടത് വളരെ സെൻസിറ്റീവായും ടെൻഡറായിട്ടും വേണം നാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ ഇടയായി തീരേണ്ടത്. നാം അക്ഷരീയ കണ്ണിലുള്ളതായ ഒരു കരട് എടുക്കുന്നതിന് അശ്രദ്ധ കാണിച്ചാൽ അതുകൊണ്ട് വരുന്ന ദോഷമൊക്കെ നമുക്കറിയാം. കണ്ണിനകത്ത് ഒരു പൊടി വീണ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്തൊക്കെ ഇട്ട് ഓരോരുത്തർ ചെയ്യുമെന്ന് അറിയത്തില്ല. തുണിയിട്ടാണെന്നൊരില് ചെളി പിടിച്ച തുണിയൊന്നുമല്ല, ക്ലിയർ ആയിട്ടുള്ള തുണി ഉപയോഗിക്കുന്നത്. ചിലര് നമ്മുടെ രീതിയിലൊക്കെ ആണെങ്കിൽ ഊതുന്ന കണ്ടിട്ടുണ്ട്. ഊതുന്നതിന് മുമ്പ് വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വായിക്ക് ക്ലിയർ ആക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഗുണത്തിന് പോലെ ദോഷമാണ് ചെയ്യും. എന്നാൽ അക്ഷരീയ കണ്ണിന് ചെയ്യുന്നതിനേക്കാൾ വലിയ ദോഷമാണ് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ സെൻസിറ്റീവായി ടെൻഡറായി മാത്രമേ നാം അത് ഹാൻഡിൽ ചെയ്യാവൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം മറ്റുള്ളവരെ വളർത്തുവാനായി ശ്രമിക്കുമ്പോൾ ഇംപേഷ്യന്റ് ആയിട്ടോ ഇൻസെൻസിറ്റീവ് ആയിട്ടോ ഒരിക്കലും ഇടപെടുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് നാം വളരെ കെയർഫുൾ ആയിരിക്കണം ആ കാര്യത്തിൽ ഡീൽ ചെയ്യുവാനായി. രണ്ട് എക്സ്ട്രീംസ് ആവശ്യത്തോടുള്ള ബന്ധത്തിൽ വരാം, നമ്മെ തന്നെ വിധിക്കുന്നതിനുള്ള ബന്ധത്തിൽ. ഒന്ന്, അവരവരെ തന്നെ അങ്ങ് ഒത്തിരി കുറവുള്ളവരായി കുറ്റങ്ങളുള്ളവരായി കാണുന്ന രീതി, അവരവരെ തന്നെ കാണാത്ത രീതി, രണ്ടും വലിയ കുഴപ്പങ്ങൾ ചെയ്യുന്നതാണ്. എന്നാൽ നാം നമ്മുടെ കുറവുകളെ കാണുമ്പോൾ തന്നെ നാം ഓർത്തിരിക്കേണ്ടത് ദൈവസനയിൽ നമുക്ക് അതിന് പരിഹാരമുണ്ട്. കുറവുകളൊക്കെ ദൈവസനയിൽ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും വീക്കർ വെസൽസ് ആണ്, ബലഹീനരാണ്. നമുക്ക് തെറ്റുകളും കുറവുകളും ഒക്കെ ജീവിതത്തിൽ വരാം. എന്നാൽ എന്നും അത് കണ്ട് അനുദമിച്ച് ജീവിക്കുവാനല്ല. പിശാചിന് അത് വലിയ ഇഷ്ടമാണ്. എപ്പോഴും പിശാചിനെ കുറിച്ച് വായിക്കുന്ന അക്യൂസർ എന്നാണ്, നമ്മെ കുറ്റപ്പെടുത്തുവാൻ നോക്കി നിൽക്കുകയാണ്. ആ പിശാച് എപ്പോഴും നീ കുറവുകാരനാണ്, കുറവുകാരിയാണ്, കുറ്റമുണ്ട്, നിനക്ക് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ അല്ലെങ്കിൽ നിനക്ക് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഏറ്റുപറഞ്ഞ കുറ്റത്തെ പോലും വീണ്ടും വീണ്ടും എടുത്ത് കാണിച്ചാൽ പിശാച് അവിടെ ജയിച്ചു. എന്നാൽ ഏറ്റുപറയുന്നവർക്ക് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ദൈവം അത് ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവരെ ബിൽറ്റ് ചെയ്യുവാനായി നമ്മെ ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ളത് ഓർക്കുമ്പോഴാണ് നമുക്കത് വിടുതലും വിജയകരമായി തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മുടെ കണ്ണിലുള്ളതായ കോൽ എടുത്തു കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കുവാൻ നമുക്കിടയായി തീരേണ്ടത് ആവശ്യമാണ്. ഇന്ന് പൽക്കാലം അവരവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഏത് രീതിയിലാണ് നമ്മുടെ അവസ്ഥയായിരിക്കുന്നത്? നാം മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ, അവരെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിന് മുമ്പായി നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിധിക്കുന്നതിന് മുമ്പായി, മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പായി ഞാനും നിങ്ങളും ദൈവത്തിന്റെ വലിയ സിംഹാസനത്തിന് മുമ്പായി നിൽക്കേണ്ടവരാണെന്നും അതുപോലെ തന്നെ നാം വിധിക്കുന്ന വിധിയാൽ തന്നെ നമുക്ക് തിരിച്ചും അളന്നു കിട്ടുമെന്നും നാം നമ്മെ തന്നെ കണ്ട് നമ്മുടെ കാര്യം ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ കണ്ണ് ശുദ്ധമാക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ കരടെടുക്കണം. എന്നാൽ അത് വളരെ സെൻസിറ്റീവായി വളരെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യണം എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ ഖണ്ഡം ചെയ്ത് കളയുവാൻ, മറ്റുള്ളവരെ എന്നേക്കുമായി നശിച്ചു പോകുവാനല്ല എന്നെ നിങ്ങൾ എന്ത് ചെയ്യും വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ വളർത്തുവാൻ, അവരെ എൻകറേജ് ചെയ്യുവാൻ, അവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ വേണം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് വെടിപ്പാക്കി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ആരാധനയ്ക്കായി നമുക്ക് അല്പസമയം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.